ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ എടുത്തിട്ടുള്ള അനുസാർ നേരത്തെ പറഞ്ഞ പോലെ എത്ര സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എടുത്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്കറിയാം, ഈ റൺ ഡൗൺ ഒക്കെ സെറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ എടുത്ത സമയത്ത് ഞാൻ വരുന്ന 5 വർഷത്തേക്ക് AMC ചെയ്തു. എനിക്കറിയാം ആദ്യത്തെ 3 വർഷം ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ഒരു നഷ്ടവും വരാനില്ല എന്നുള്ളത്. പക്ഷേ അവസാനത്തെ 2 വർഷം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ 2 വർഷമായി, അടുത്ത 3 വർഷം, 4ാമത്തെ വർഷവും 5ാമത്തെ വർഷവും ഈ പറയുന്ന AMC ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ 3 വർഷം ഉണ്ടാകുന്ന നഷ്ടം വലിയ രീതിയിൽ ഇവിടെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ 5 വർഷത്തെ സേവനം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്കിനി എന്താണ് ഇവരുമായിട്ട് ഡീലെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അവരാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഉണ്ണിസാർ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്താണ്, 195 കോടി രൂപ വേണ്ട, 13 പ്രതികളുണ്ട്. അതിൻ്റെ അകത്ത് 11ാം പ്രതിയായ വീണ വിജയനെ മാത്രം മതി. വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും ചർച്ചയില്ല. നാളത്തെ ഹെഡിങ്ങുകൾ മുഴുവൻ വീണ വിജയൻ്റെ മാത്രമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചും ഒരാലോചനയില്ല. 5 കമ്പനികളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്, 5 കമ്പനികൾ അല്ലേ. 2ാം പ്രതി തുടങ്ങിയിട്ട് 6ാം കമ്പനി 6ാം വരെയുള്ള എംപവർ, അതേപോലെ CMRL, KRML, അതെ 6 കമ്പനിയാണുള്ളത്. ഈ 6 കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് വെച്ച കമ്പനികളുണ്ടല്ലോ, ഞാൻ വെല്ലുവിളിക്കാം, ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽ പുറത്തുവിടാൻ തയ്യാറുണ്ടോ? ഒരു കമ്പനി പുറത്തുവിടാം. എന്തുകൊണ്ടാണ് വീണ വിജയൻ? അത് വീണ വിജയനെ ആക്കാൻ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ്. അത് വേട്ടയാടൽ മാത്രമാണ്. അത് BJPയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അടുത്ത പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്.